everyone, welcome back to my channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെപ്പോലെ പുതിയതായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കാണേണ്ട ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇത് ചിലപ്പോൾ ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അപ്പം ഇത് എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അവിടെ തന്നെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കണ്ടൻറ്റൊക്കെ കണ്ടുപിടിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങുക. അല്ല മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു പറഞ്ഞാൽ അവിടെ അങ്ങ് ഇരുന്ന് പോകത്തേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ഫോണാണ്, എന്ത് ചെയ്യണോ നമ്മുടെ ഇഷ്ടമാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഇതിനകത്തോട്ട് എഴുതണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ 2024 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ടൈമിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഇത് എൻ്റെ ഈ യൂട്യൂബ് ചാനലിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന യൂട്യൂബ് ചാനലിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും യാതൊരുവിധ ഇല്ല, അതിനെ ആർക്കും അറിയത്തില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സ്, ഫാമിലി, പിന്നെ ആണെങ്കിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഫോണ് അതൊക്കെ വെച്ചിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടി. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിലുള്ളവരെ കൊണ്ടുമൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു, അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെ ഗ്രാജുവലി ഞാൻ അങ്ങോട്ട് ഓരോ ഡേ പോകുന്തോറും ഇൻസ്റ്റഗ്രാമിൽ വരുന്നവരോടും എനിക്കറിയാവുന്നവരോടും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറഞ്ഞ് പുറകെ നടന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു. കോളേജിലൊക്കെ അങ്ങനെ എങ്ങനെ പോയാലൊരു 2000 ഫോളോവേഴ്സിനെ ഞാൻ ഉണ്ടാക്കിയെടുത്തു. പക്ഷേ ഈ 2000 ഫോളോവേഴ്സിനെ ഉണ്ടാക്കിയെടുത്തതെന്നല്ലാതെ ഇവർ നമ്മുടെ ചാനൽ കാണുകയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ കാണുകയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം അവർ ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതല്ലല്ലോ. അതുകൊണ്ട് അവർ നമ്മുടെ ഒരു ആവശ്യപ്രകാരം അവർ നമ്മുടെ ചാനൽ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ഗ്രോത്തും ഇല്ലായിരുന്നു. സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വ്യൂസും റീച്ചും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഗ്രാജുവലി അങ്ങ് നിർത്തി അങ്ങ് പോയി. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനം ഇല്ലാത്തതുകൊണ്ട് ഞാനങ്ങ് നിർത്തി. അപ്പോൾ എനിക്ക് ആ യൂട്യൂബ് ചാനൽ കൊണ്ടുണ്ടായ മിസ്റ്റേക്സ് ആണ് നിങ്ങളായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഓരോരുത്തരെ കണ്ടുപിടിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഗ്രോത്തും ഉണ്ടായില്ല എൻ്റെ അക്കൗണ്ടിന്. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടത്തില്ലായിരുന്നു, അതിനകത്തൊരു കണ്ടൻറ്റ് കൊടുക്കുന്നില്ലായിരുന്നു. അതാണ് രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇതിൽ നിന്നല്ല ഞാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നെക്സ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇതും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ 3-4 പേരോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഞാൻ പണ്ടത്തെ പോലെ ആരോടും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പറഞ്ഞ് പുറകിനൊന്നും നടന്നിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു മിസ്റ്റേക്കായിരുന്നു ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചതിലൂടെ എനിക്ക് യാതൊരുവിധ ബെനിഫിറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എനിക്ക് ആ യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു 5 പൈസ കിട്ടിയിട്ടുമില്ല, റീച്ചും ഉണ്ടായിട്ടില്ല. അപ്പം എന്നെപ്പോലെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരോടാണ് എനിക്ക് ഇന്നത്തെ വീഡിയോ. നമ്മൾ ആരോടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പകരം ശല്യപ്പെടുത്തി സബ്സ്ക്രൈബ് ചെയ്യിക്കരുത്. കാരണം അവർ നമ്മുടെ വീഡിയോസ് കാണത്തില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ട്സോ വല്ല ആണെങ്കിൽ കാണും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടണം, നല്ലൊരു കണ്ടൻറ്റ് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അല്ലാതെ ഇന്നൊരു വീഡിയോ ഇട്ടിട്ട് പിന്നെ 5 ദിവസം കഴിഞ്ഞ് വീഡിയോ ഇട്ടാൽ നമ്മളെ യൂട്യൂബ് കാണത്തില്ല, ആരും കാണത്തില്ല. നമ്മൾ ആ ഇട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുന്നതല്ലാതെ യാതൊരു പ്രയോജനമില്ല. പിന്നെ ക്ലാരിറ്റി വേണം, നല്ല ഒരു കണ്ടൻറ്റൊക്കെ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ നമ്മുടെ ചാനലിൽ. അതുപോലെ തന്നെ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യുന്നതിലൂടെ നമ്മൾ യൂട്യൂബ് നമ്മളിതെല്ലാം കാണുന്നുണ്ട്. നമ്മൾ എന്തുവാ ചെയ്യുന്നതെന്ന്, നമ്മൾ ആർക്കാണ് ഷെയർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്, എല്ലാം നമ്മുടെ യൂട്യൂബ് കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഷെയർ ചെയ്ത് യൂട്യൂബ് തന്നെ ഷെയർ ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുക നമ്മുടെ വീഡിയോ. എന്നാൽ മാത്രമേ നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ എന്നാണ് എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞിരിക്കുക, അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ തന്നെ അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലക്ഷ്യത്തോട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ആ പാതയിൽ അങ്ങ് മുന്നോട്ട് പോവുക. അല്ലാതെ അവർ വിചാരിക്കും ഇവർ വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നാൽ അവിടെ തന്നെ അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ. നമുക്ക് എങ്ങും എത്തിച്ചേരാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പം നമ്മൾ കാണുന്ന യൂട്യൂബേഴ്സൊക്കെ ആദ്യം അവർ 0-യിൽ നിന്നാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 20,000 ഫോളോവേഴ്സ് അല്ലെങ്കിൽ 5 ലക്ഷം ഫോളോവേഴ്സ്, 2 ലക്ഷം ഫോളോവേഴ്സ് എന്നും പറഞ്ഞ് അവർ വന്നവരല്ല. ഒറ്റൊരു ഡേ കൊണ്ട് ആർക്കും അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ പറ്റുന്നവരുണ്ടായിരിക്കാം, പക്ഷെ എൻ്റെ അറിവിലില്ല. പിന്നെ ഓരോരുത്തർ
ഈ യൂട്യൂബ് ചാനലിലോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഒരു വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ചാനലിലൂടെ അവരെ നിരന്തരമായിട്ട് കാണുന്നുണ്ട്. അപ്പം ഞാൻ പറയുകയാണ് എൻ്റെ ഫ്രണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും എന്തായാലും അവരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വന്ന് കാണുന്നത്. അപ്പം എന്നെപ്പോലുള്ളവർക്കൊന്നും അങ്ങനെയൊന്നും ആരും ഇല്ല വന്ന് ഇതെൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. തന്നെ കഷ്ടപ്പെട്ട് മുന്നോട്ട് വരാനേ പറ്റത്തുള്ളൂ. അപ്പം അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പം നമ്മുടെ കഴിവും നമ്മൾ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു വിശ്വാസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും. അല്ലാതെ അവിടെ ഇരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. യാതൊരുവിധ ഒരു പുരോഗമനവും നമ്മുടെ യൂട്യൂബ് ചാനൽ കാണത്തില്ല. നല്ല കണ്ടൻറ്റ് കൊടുക്കുക, ഡെയിലി വീഡിയോ ഇടുക, അപ്പോൾ ആളുകളെ കാണുക, അങ്ങനെയൊക്കെയാണ് നമുക്ക് അക്കൗണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഇന്ന് തന്നെ എനിക്ക് 1 മില്യൺ ഫോളോവേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ അതുപോലെ കഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരുപക്ഷെ കിട്ടുമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പതിയെ മുന്നോട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊന്നും വന്ന് പറയാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിലില്ല. പിന്നെ എനിക്കുണ്ടാവുന്ന ഒരു ചെറിയ അറിവ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇനി ഇതിനേക്കാളും നല്ല വൃത്തിയായിട്ടൊരു വീഡിയോ എന്താ പറയുക, ഞാൻ ഡൗൺലോഡ് ചെയ്തായിരുന്നു. പക്ഷെ അത് ഇടയ്ക്ക് വെച്ചത് കട്ടായിപ്പോയി, ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അതിനകത്തിനേക്കാളും നല്ല നല്ല പോയിൻറ്റ്സൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം പോയി. അപ്പോൾ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റിയാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. അല്ലാതെ വേറൊരാളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ അത് അവിടെ നിലനിൽക്കുന്ന കാര്യമല്ല. അതാണ് എനിക്കിനകത്തുനിന്ന് മനസ്സിലായിട്ടുള്ളത് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ നമ്മുടെ ഒരു കഴിവുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എൻഡ് ഓഫ് ദ ഡേ നമ്മൾ സക്സസ് ആയിരിക്കും. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ലെറ്റ് ബൈ, സീ യു.